നമുക്ക് ഉഴുന്നുവട എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല പൊങ്ങി വരുന്ന ടൈപ്പിലുള്ള ഒരു ഉഴുന്നുവടയാണിത്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉഴുന്നുവട ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതിനായിട്ട് ഉഴുന്ന് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചേക്കുന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ബൗളിൽ കുറേശ്ശെ ഇട്ട്, ഞാനൊരു 2 കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ട് ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം വരാൻ പാടില്ല. ഇപ്പോൾ കുറേശ്ശെ ഇട്ട് അരച്ചെടുത്താൽ മതി. അഥവാ നമ്മൾക്ക് അത് അരഞ്ഞ് വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. വെള്ളം ഒരുപാടായിപ്പോയാൽ ഉഴുന്ന് ആ മാവ് ലൂസായിപ്പോവും. മാവ് ലൂസായാൽ നമുക്ക് കറക്റ്റ് ഉഴുന്നുവട കിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് നല്ല കട്ടിയായിട്ട് വേണം മാവ് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നിട്ടിട്ട് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുക്കുവാണ്. അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിർത്തി വേണം അരയ്ക്കാൻ. ഒരുമിച്ച് ഇതുപോലെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇപ്പോൾ ഉഴുന്ന് ഇതുപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഉഴുന്നെല്ലാം ഒന്ന് താഴേക്കാക്കിയ ശേഷം ഒന്നും കൂടെ അരച്ചെടുക്കാം. ഒന്ന് നിർത്തി അരയ്ക്കുമ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു വരും, ചൂടാവത്തുമില്ല. ഇല്ലെങ്കിൽ മിക്സിയുടെ ബൗളൊക്കെ ചൂടായിട്ട് ഉഴുന്ന് വേകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ച് സമയം എടുക്കും, പക്ഷെ നന്നായിട്ട് അരഞ്ഞു വരും. അപ്പോൾ ഉഴുന്ന് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം ഉഴുന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ഉഴുന്ന് കിട്ടി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ കുറേശ്ശെ ഇട്ട് ബാക്കി ഉഴുന്നൂടെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇതുപോലെ കട്ടിയായി തന്നെ ഉഴുന്നിരിക്കണം. അഥവാ കുറച്ച് ലൂസായിപ്പോയാൽ നിങ്ങൾ ഒരു 1-2 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്താൽ മതി. അപ്പോൾ ഇത് ഞാനിപ്പോൾ അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഒരുപാട് അരിപ്പൊടി ചേർക്കരുത്. ഒരുപാട് അരിപ്പൊടി ചേർത്താൽ ഉഴുന്ന് കട്ടിയായിപ്പോവും, വട കട്ടിയായിപ്പോവും. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർക്കണം. സോഡാപ്പൊടി ഒരുപാട് ആവരുത്, 1 നുള്ള് മാത്രമേ ചേർക്കാവുള്ളൂ. ഒരു 1/4 ടീസ്പൂണും വേണ്ട, 1 നുള്ള് മാത്രം ചേർത്താൽ മതി. ഇത്രയും സോഡാപ്പൊടി, ഒരുപാട് സോഡാപ്പൊടി ചെയ്യണം. ഇപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഇത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ വടയുടെ സോഫ്റ്റ്നെസ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് വട കിട്ടും. അപ്പം മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുക്കുവാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യേണ്ട, നല്ല വട തന്നെ കിട്ടും, നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരണമെങ്കിൽ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചാലും മതി. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ആ മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വട ഉണ്ടാക്കാം. ഞാൻ വെക്കണമെന്നൊന്നും ഇല്ല, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വട ഉണ്ടാക്കാം. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും, അതിനാണ്. അല്ലാതെ നമുക്കിപ്പോൾ വേണമെങ്കിലും ഉടനെ തന്നെ വട ഉണ്ടാക്കി എടുത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉഴുന്ന് ഞാൻ അരച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി നിങ്ങൾ എടുത്താലും മതി. ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതൊരു 7-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ വടയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇത് ഇത്രയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ
ചേർക്കുവാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചിട്ടൊന്നുമല്ല, മുഴുവനെ തന്നെ ചേർക്കുവാണ്. കുരുമുളക് ഇങ്ങനെയാണ് സാധാരണ വടയിൽ ചേർക്കുന്നത്. പൊടിച്ച് ചേർത്താൽ ഫുള്ള് നമ്മുടെ വടയിൽ ഫുള്ള് ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ വരും, ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുരുമുളകൊന്ന് കടിക്കുമ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ കുത്തലുണ്ടാവില്ല വടയ്ക്ക്. അതുകൊണ്ടാണ് കുരുമുളക് ഇങ്ങനെ മുഴുവനെ തന്നെ ചേർക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് വടയുണ്ടാക്കി എടുക്കാം. അപ്പോൾ വടയുണ്ടാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ മാവും ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ എണ്ണ ഒന്ന് ചൂടാക്കാൻ വച്ചേക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടാവണം. നന്നായി ചൂടായ ശേഷം നമുക്ക് ആ തീ അങ്ങ് മീഡിയത്തിലിടണം. മീഡിയത്തിലിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ കൈ ഒന്ന് നന്നായിട്ട് നനയ്ക്കണം. നനച്ച ശേഷം നമുക്ക് ഈ മാവിൽ നിന്ന് കുറച്ച് ഇതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്ത ശേഷം നമുക്കിതുപോലെ മധ്യത്ത് ഒരു ഹോളിട്ട് കൊടുക്കാം. ഹോളിട്ട ശേഷം നമുക്കിത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ കൈയൊന്ന് നനയ്ക്കണം. നനയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആ മാവ് ഒട്ടിപ്പിടിക്കില്ല. കൈ നനച്ച് ഇതുപോലെ ഒന്ന് ബോളാക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്ത ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വടയുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ ഇത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അരിപ്പൊടിയോ അതുപോലെ തന്നെ റവയോ ഒന്നും ചേർത്തിട്ടില്ല. വട നന്നായിട്ട് ഉഴുന്ന് മാത്രം ചേർത്തുണ്ടാക്കിയ വടയാണിത്. നല്ല സോഫ്റ്റ് വടയാണ്. അപ്പോൾ വടയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി വടയും ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറൊരു രീതി കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ കൈ നനയ്ക്കുന്നതിനോടൊപ്പം ഈ കൈയോടെ ഒന്ന് നനയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു റൗണ്ട് മാവ് എടുത്തിട്ട് ഈ കയ്യിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം ഇതുപോലെ ദ്വാരം ഇട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ആദ്യം ഞാൻ കാണിച്ചതുപോലെ ഇതുപോലെ ബോളാക്കി. ഇത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്ത് നമുക്ക് അതങ്ങ് ആയിക്കോളും, കുഴപ്പമില്ല. ഈ രണ്ട് രീതിയിലും നമുക്ക് ഇവിടെ ഇതുപോലെ ഹോളാക്കിയിടാം. അപ്പോൾ ഈ വട ഇതിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം. എണ്ണ കയ്യിൽ നല്ല ചൂടെണ്ണയാണ്, അത് കയ്യിൽ തെറിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ വടയെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വട ഉള്ളെല്ലാം. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഉഴുന്ന് വട ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉഴുന്ന് അരച്ചെടുത്ത് നല്ല രീതിയിൽ അതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.